റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ വൻ സ്ഫോടനം. ആഡംബര റിസോർട്ടിന് മുന്നിൽ വൻ സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. ചാവേർ ആക്രമണമാണോ എന്ന സംശയം ഇപ്പോൾ നിഴലിക്കുകയാണ്. നഗരമധ്യത്തിലെ പ്രശസ്തമായ ആഡംബര ഇറ്റാലിയൻ റിസോർട്ടിന് മുന്നിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 21 പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം അവിടെ വലിയ വലിയ ജനലിനരികിൽ തന്നെ അതിനിടയിലാണ് ഇത്തരത്തിൽ സ്ഫോടനം നടന്നിരിക്കുന്നത്. സംഭവത്തിന് പിന്നിൽ ചാവേർ ആക്രമണമാണോ എന്ന സംശയത്തിൽ റഷ്യൻ സുരക്ഷാ ഏജൻസികൾ വ്യാപകമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മോസ്കോയിലെ ഒരു പ്രശസ്തമായ സ്ക്വയറിന് നേരിൽ പ്രശസ്തമായ സ്ഥലത്ത് വലിയ രീതിയിൽ അവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു ഇറ്റാലിയൻ റിസോർട്ടിന് സമീപത്ത് വലിയ സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രാദേശിക സമയം രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത്. അതുമാത്രമല്ല, അവധി ദിനമായതിനാൽ തന്നെ റിസോർട്ടിലും പരിസരത്തും 100 കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നതിനാൽ തന്നെ വൻ ദുരന്തമാണ് ഇവിടെ ഒഴിവായിരിക്കുന്നത്. അതുമാത്രമല്ല, റിസോർട്ടിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച ഒരു യുവതിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സംശയം തോന്നിയിട്ടുണ്ട്. അവിടെ ആ കവാടത്തിൽ തന്നെ തടഞ്ഞു നിർത്തിയതായാണ് പ്രാഥമിക വിവരം. അവിടെ പരിശോധനയ്ക്കിടെ തന്നെ യുവതിയുടെ കൈവശമുണ്ടായിരുന്ന സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്ഫോടനത്തിൽ യുവതി ഉൾപ്പെടെ തന്നെ 3 പേർ കൊല്ലപ്പെട്ടു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ റിസോർട്ടിന്റെ മുൻഭാഗം തകരുകയും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. പരിക്കേറ്റ് 21 പേരെ ഉടൻ തന്നെ മോസ്കോയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയും ഇവരിൽ ചിലരുടെ നിലയാകട്ടെ അതീവ ഗുരുതരമാണ് എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിനാൽ തന്നെ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നതാണ് ആരോഗ്യ അധികൃതർ വ്യക്തമാക്കുന്നത്. സംഭവത്തിന് പിന്നാലെ തന്നെ പ്രദേശം പൂർണ്ണമായും റഷ്യൻ സുരക്ഷാ സേന വളയുകയും ചെയ്തു. ബോംബ് നിർവീര്യമാക്കാൻ സംഘവും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തിക്കൊണ്ട് തെളിവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാകുകയും മാത്രമല്ല സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. ആക്രമണത്തിന്റെ ഒരു സ്വഭാവം കണക്കിലെടുത്ത് ഇത് ആസൂത്രിതമായ ഭീകരാക്രമണമാണോ അതോ വ്യക്തിപരമായ ലക്ഷ്യത്തോടു കൂടി തന്നെ നടത്തിയ സ്ഫോടനമാണോ എന്നതടക്കമുള്ള എല്ലാ സാധ്യതകളും അന്വേഷിച്ചു വരികയാണ്. ആക്രമണത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ തീവ്രവാദ സംഘടനകൾക്ക് ബന്ധമുണ്ടോ എന്നതാണ് റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നത്. അതുമാത്രമല്ല, യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ സുരക്ഷാ ഭീഷണികൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് തലസ്ഥാന നഗരിയിൽ വീണ്ടും ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള സ്ഫോടനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന് ദേശീയ സുരക്ഷാ തലത്തിൽ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. കൊല്ലപ്പെട്ട യുവതിയുടെ വ്യക്തിത്വം, സ്ഫോടക വസ്തു, അതിന്റെ ഉറവിടം, ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ഇവ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കെയാണ് അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു വലിയ രീതിയിൽ ഒരു സ്ഫോടനം ഉണ്ടായതായി തന്നെ, അല്ലെങ്കിൽ അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും സ്ഫോടനങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു ആഘാതം ഉണ്ടായതായി തന്നെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.